ഇറാൻ്റെ കാര്യത്തിൽ വെടിനിർത്തലുണ്ട്. പക്ഷേ വെടിനിർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചുള്ള വ്യവസ്ഥ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അതിലേക്ക് ഇളിമ്പിനെ നിൽക്കുകയാണ് ഈ പറയുന്ന ട്രംപ്. അതോടൊപ്പം പറഞ്ഞതുപോലെ ഈ യൂറോപ്പിൻ്റെ എൻ്റെ കൗതുകമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജിയ മെലാനിയ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ബഡ്ഡിയായിരുന്നു ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവര് വേറെ ട്രംപായിരുന്നത്. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുണ്ട്, വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ട്രംപിനോട്. വാക്കുകൾ ശ്രദ്ധിച്ച് ഒരു വലതുപക്ഷ പാർട്ടിയുടെ ആളാണ്. വലതുപക്ഷ പാർട്ടി അവർ ഈ നോക്കൂ, ഇവർ ഈ അമേരിക്കൻ ഫൈറ്റേഴ്സിന് റീഫ്യൂലിങ്ങിനുള്ള അനുമതി പോലും നിഷേധിച്ചു ഇറ്റാലിയൻ എയർപോർട്ടുകളിൽ, ബേസുകളിൽ. ഒരു നിലക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പുറത്ത് വേറെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊരു ബഡ്ഡി ഉണ്ട്, വിക്ടർ ഓർബാൻ എന്ന് പറഞ്ഞിട്ട്. 12 വർഷം, എത്ര വർഷം? ഹംഗറിയിൽ 12 വർഷം, 14 വർഷമായി പുള്ളിക്കാരനാണ് അവിടെ ഭരിക്കുന്നത്. അങ്ങേര് പോയി, ഭരണം തെറിച്ചു. വേറൊരു ചെറുപ്പക്കാരനാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി അവർ വേറെ വഴി സ്വീകരിക്കുന്നു. മറ്റൊരാൾ ഇതേമാതിരി ഒരു അരവട്ടനാണ് ഈ ഓർബൻ എന്ന് പറയുന്ന കക്ഷി. അങ്ങേർക്ക് ഭരണം പോയി. ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. യൂറോപ്പ് പറഞ്ഞതൊരു പതിവില്ലാത്ത വിധം ഈ അമേരിക്കൻ പ്രൊജക്റ്റിനെതിരായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല എന്നവർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയുള്ള സങ്കീർണതകളുണ്ട്. അപ്പോൾ ഇറാൻ എന്തുകൊണ്ടാണ് ഈ സീസ് ഫയർ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഹോർമുസ് തുറക്കുക, സമ്പൂർണ്ണമായി തുറക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ ഇതിലെ നിബന്ധന ഇറാൻ അംഗീകരിക്കാതെ എന്തുകൊണ്ട്, നടപ്പിലാക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇറാൻ പറയുന്നു, ഞങ്ങളുടെ ഇനീഷ്യൽ പ്രപ്പോസലിൽ എന്തുണ്ട്, യുദ്ധം ഇവിടെ മാത്രമല്ല ലെബനനിലും നിർത്തണം എന്നുള്ളതാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അത് അനദർ സ്കീമിഷ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്, വേറെന്തോ ഒരു അടിപിടിയാണ് എന്നുള്ള നിലക്കാണ്. പക്ഷെ അത് അവസാനിപ്പിക്കാതെ ഇത് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇറാൻ വെച്ചിരിക്കുന്നത്. ലെബനൻ്റെ കാര്യത്തിൽ നോക്കൂ, ലെബനന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതൊരു ദുർബല രാജ്യമാണ്. 50 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞു രാജ്യം. അപ്പോൾ അവിടുത്തെ ഒരു മിലീഷ്യയായിട്ട്, അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഞങ്ങൾക്ക് കയറി മേയാമെന്നും ഇഷ്ടംപോലെ ആളുകളെ കൊല്ലാമെന്നും ഇസ്രായേൽ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിനെ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ഇറാൻ കൊണ്ടുവന്നു. ലെബനനെക്കുറിച്ച് സംസാരിക്കാതെ, ലെബനൻ പരിഹരിക്കാതെ നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. നോക്കൂ, ഇപ്പോൾ ഇസ്രായേൽ ലെബനൻ ചർച്ച നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്ഭുതമാണത്. ഈ ലെബനൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് മൂക്കിൽ വലിച്ചു കയറ്റാൻ ഒരു മൂക്കിൽ പൊടി മാത്രമാണ്. പക്ഷെ അവരുമായിട്ട് ചർച്ച നടത്താം എന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക്സ് വേറെ നിലക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദുർബലമായ, രാഷ്ട്രീയമായി നയതന്ത്രപരമായി ദുർബലമായ ഒരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. സൈനികമായ അവരുടെ ശേഷി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എഗൻ നമ്മളെല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ, സൈനികമായ ശേഷി കൊണ്ട് മാത്രം ഒരു ഇൻ്റർനാഷണൽ ഓർഡർ തീരുമാനിച്ച് കളയാം, അത് നിശ്ചയിച്ച് കളയാം എന്ന് വിചാരിക്കുന്നവർ പാഠം പഠിക്കേണ്ട സന്ദർഭമായിരുന്നു ഗസ. പഠിച്ചില്ല. അവർക്ക് വീണ്ടും പഠിക്കാനുള്ള വലിയൊരു പാഠമാണ് ഇറാൻ എന്ന് പറയുന്നത്.